ഒരു ഗസ്റ്റൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നല്ല ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന റെസിപ്പി അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസൊക്കെ അതുപോലെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ ശരിക്കും പറയുന്നത് ഹോട്ടൽ സ്റ്റൈൽ തന്നെ റെസിപ്പി തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ സ്നാക്സ് അത് ഇടാറില്ല, ഞാൻ അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാറില്ലാത്തതുകൊണ്ടാണ്. നേരത്തെ കുറേ ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഫോളോവേഴ്സ് തന്നെ കുറേ പറയുന്നുണ്ട് സ്നാക്സ് ഒരു കാണിക്കാൻ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ സ്നാക്സും ഹെൽത്തി റെസിപ്പീസും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് പഴംപൊരി അഥവാ ഏത്തയ്ക്കാപ്പമാണ്. അപ്പം നിങ്ങളിത് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇപ്പോൾ ഇതിനകത്ത് പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ നല്ല ഷേപ്പിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റിൽ പഴംപൊരി കിട്ടും കേട്ടോ. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബേസിൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയും പിന്നെ ഒരു 1/2 കപ്പോളം മൈദയും, അങ്ങനെ ടോട്ടൽ 1.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ ഏത് കപ്പാണ് ഉപയോഗിക്കുന്നത് ആ കപ്പിനങ്ങ് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അളവ് കപ്പ് ഉപയോഗിച്ചതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ ഏകദേശം 1/4 കപ്പോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഏകദേശം 1 കപ്പ് ദോശമാവ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയതോ കടയിൽ നിന്ന് വാങ്ങിച്ചോ എന്തായാലും കുഴപ്പമില്ല. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. ആദ്യം വെള്ളമൊന്നും ചേർക്കണ്ട, നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. അപ്പം വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കൊരു തൃപ്തി വന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ബീറ്റർ എടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. അപ്പോൾ ഒരു നല്ലൊരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് കിട്ടി. അപ്പം നിങ്ങൾ ബാറ്റർ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ടോ ഒക്കെ ചെയ്താൽ മതി കേട്ടോ. എങ്ങനെയായാലും നല്ലതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് ഇഡലി അല്ലെങ്കിൽ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. ഒരുപാട് വാട്ടറി ആകരുത്. ഒരുപാട് വാട്ടറി ആയി പോയി കഴിഞ്ഞാൽ ഏത്തയ്ക്കപ്പം ശരിയായി വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മാവിൻ്റെ ഒരു പരുവത്തെക്കുറിച്ച് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മുടെ ഒരു ബാറ്റർ കറക്റ്റായിട്ട് ഈ ഒരു പരുവായിരിക്കണം കേട്ടോ. ഇത് മാറ്റി വെക്കണം. ഇത് മാറ്റി ഏകദേശം ഒരു 30 മിനിറ്റ് വരെ അവിടെ വെച്ചേക്ക്. കാരണം ആ സമയത്ത് നമുക്ക് ഏത്തയ്ക്ക കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഏത്തയ്ക്ക കട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ ഞാൻ വിട്ടുപോയി. സാധാരണ കട്ട് ചെയ്യുന്ന പോലെ 4 പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഞാനൊന്ന് ചീന്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 7-8 ഏത്തയ്ക്ക അപ്പം ഒരു ഏത്തയ്ക്കയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു പ്രാവശ്യം ഞാനത് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലങ്ങ് ചീന്തി എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ബാറ്ററിൽ മുക്കി എണ്ണയിലോട്ടിട്ട് ഞാൻ അത് പൊരിച്ചെടുത്തു. ഞാൻ ആദ്യത്തെ ബാച്ച് ചെയ്തപ്പോൾ നിങ്ങളെ ശരിക്കും അത് എണ്ണയിൽ മുക്കുന്നതൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ച് നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതേപോലെ ഏത്തയ്ക്കയുടെ ഓരോ പീസ് എടുത്തിട്ട് ഈ മാവിലേക്ക് 2 സൈഡും മുക്കിയെടുത്തിട്ട് എക്സ്ട്രാ മാവുള്ളത് അതിൻ്റെ ആ ബേസിൻ്റെ സൈഡിലൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കയ്യൊന്നും പൊള്ളാതെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ കേട്ടോ. 3 എണ്ണം വെച്ചാണ് ഞാൻ ഇതിൽ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ശരിക്കും 3-4 എണ്ണം വെച്ചൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമാണ് ഇട്ടിരിക്കുന്നത്. തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ കണ്ണാപ്പ പോലുള്ള പാത്രങ്ങളിലെ അതിലോട്ടോ മാറ്റി വെച്ചത്. എനിക്ക് അങ്ങനെയുള്ളൊരു പാത്രമുണ്ട്, അതിലേക്ക് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇതേപോലെ ഞാനൊരു 3-4 ബാച്ചും കൂടെ ഏത്തയ്ക്കാപ്പം അഥവാ പഴംപൊരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു പഴംപൊരിയാണ്.
അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല, അതായത് ഹോട്ടൽ സ്റ്റൈൽ പഴംപൊരിയാണ് ഇത്. ശരിക്കും ഒരു ഹോട്ടൽ സ്റ്റൈൽ പഴംപൊരിയുടെ റെസിപ്പിയാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് റിവീൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഇനിയും ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും നല്ല റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.